കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഭൂമിയിൽ നമുക്ക് നല്ലൊരു പ്രഭാതം കൂടി ദൈവം ദാനമായി തന്നതിന് നമുക്കൊരുമിച്ച് സ്വർഗത്തിലെ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിനകത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ആകർഷിക്കുകയാണ്. നമുക്കൊരുമിച്ച് ഒരു തിരുവെഴുത്ത് ഇന്ന് പ്രഭാതത്തിൽ ധ്യാനിക്കാം. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 14-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിക്കും. ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നു തന്നെ ഒരുക്കിക്കൊള്ളണം. 16-ാം അധ്യായത്തിൻ്റെ 21-ഉം 22-ഉം തിരുവെഴുത്തുകൾ ചേർത്ത് വായിക്കുന്നു. അവർ രാവിലെ തോറും അവനവന് ഭക്ഷിക്കാവുന്നിടത്തോളം പെറുക്കും. വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോകും. എന്നാൽ 6-ാം ദിവസം അവർ ആളൊന്നിന് 2 വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു. അപ്പോൾ സംഘപ്രമാണികൾ എല്ലാവരും വന്ന് മോശയോട് അത് അറിയിച്ചു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്വർഗത്തിൽ നിന്ന് ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മന്ന ഒഴിച്ചു കൊടുത്തു. ദൈവത്തിന് മഹത്വം. ഇസ്രായേൽ ജനങ്ങൾ ഈജിപ്തിലെ മിസ്രൈമിലെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ശേഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു. യാത്ര ചെയ്യുന്ന ഇസ്രായേൽ മക്കൾക്ക് ഭക്ഷണത്തിൻ്റെ ക്ഷാമം നേരിട്ടപ്പോൾ അവർ ദൈവത്തോടും മോശയോടും പരാതിപ്പെട്ടു, പിറുപിറുത്തു. എന്നാൽ ദൈവം അവരുടെ ആവശ്യത്തെ കണ്ടു. നമ്മുടെ ആവശ്യത്തെ കാണുന്നവനാണ് നമ്മുടെ ദൈവം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഭാരപ്പെടുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ പ്രയാസപ്പെടുന്നുവെങ്കിൽ ആ വിഷയത്തെ നന്നായി അറിയുന്നവനാണ് നമ്മുടെ ദൈവം. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരുടെ ആവശ്യത്തെ അറിഞ്ഞ ദൈവം, അവരുടെ പരാതിയെ കേൾക്കുന്ന ദൈവം, അവരുടെ പിറുപിറുപ്പ് അറിയുന്ന ദൈവം ആകാശത്തിൽ നിന്ന് മന്ന എന്ന അത്ഭുതകരമായ ആഹാരം അവർക്ക് നൽകുവാൻ ഇടയായി തീർന്നു. അപ്പോൾ അവരുടെ ആവശ്യം അറിഞ്ഞ ദൈവം അവരുടെ ആവശ്യത്തെ നൽകി കൊടുത്തെങ്കിൽ, ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ ആവശ്യം അറിയുന്ന നല്ലവനായ ദൈവം, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിന്റെ പരാതി അറിയുന്ന നല്ലവനായ ദൈവം, നീ പിറുപിറുക്കുന്ന ആ സാഹചര്യത്തെ അറിയുന്ന ആ ദൈവം ആ സംവിധാനത്തെ നിന്നിലേക്ക് അയക്കുവാൻ പോകും. നീ എന്തിനായി ഭാരപ്പെടുന്നോ, നീ എന്തിനായി ആകുലപ്പെടുന്നോ, നീ എന്തിനായി പ്രയാസപ്പെടുന്നോ, അത് നിന്റെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായി അയക്കുവാൻ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, അത്ഭുതകരമായി അയക്കുവാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണ്. യേശു വിശ്വസ്തനാണ്. അവൻ വിശ്വസ്തനായി ഇരാപ്പാർക്കുന്ന ദൈവമാണ്. നമ്മൾ അവിശ്വസ്തരായി പാർത്താലും ദൈവം വിശ്വസ്തനായി പാർക്കും. പുസ്തകത്തിൽ ഒരു വചനം ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് യാക്കോബിന്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞു പോകാതിരിക്കും. യഹോവയായി ഞാൻ മാറാത്തവൻ. കർത്താവ് മാറാത്തവന. നമുക്കൊക്കെ മാറ്റം വരും. നമ്മുടെ കൂട്ടുകാർക്കും, നമ്മുടെ കൂടെയുള്ളവർക്കും, നമ്മുടെ ബന്ധുക്കൾക്കും, ചാർച്ചക്കാർക്കും, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിനകത്തുള്ള അംഗങ്ങൾക്ക് പോലും മാറ്റങ്ങൾ സംഭവിക്കും. അവർ പറയുന്നത് മാറ്റിപ്പറയും. സാഹചര്യങ്ങൾക്കനുസരിച്ച് മനുഷ്യർ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലേക്ക് അവർ മാറുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് ഒരു മാറ്റവും സംഭവിക്കത്തില്ല. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച്. അപ്പോൾ മന്ന അത്ഭുതകരമായാണ് ദൈവം ആകാശത്ത് നിന്ന് അവർക്ക് കൊടുത്തത്. മന്ന വെറും ശരീരത്തിനുള്ള ഭക്ഷണം മാത്രമല്ല, ദൈവം അവരെ പഠിപ്പിച്ചൊരു പാഠമുണ്ട്. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള ഒരു ആത്മീയ പാഠമായിരുന്നു മന്ന. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം. നമ്മൾ വായിച്ച തിരുവെഴുത്തിൽ പറയുന്നു, അപ്പോൾ യഹോവ മോശയോട്, ഞാൻ നിങ്ങൾക്ക് ആകാശത്ത് നിന്ന് വർഷിപ്പിക്കും. ജനം എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുമോ ഇല്ലയോ എന്ന് ഞാൻ അവരെ പരീക്ഷിക്കേണ്ടതിന് അവർ പുറപ്പെട്ട് എന്ത് ചെയ്യണം, ഓരോ ദിവസത്തേക്ക് വേണ്ടത് അന്നന്ന് ഒരുക്കിക്കോളാം. അപ്പോൾ ഓരോ ദിവസത്തേക്ക്, മന്ന എന്ന് പറയുന്നത് ദിനം പ്രതി നൽകുന്ന ദൈവത്തിൻ്റെ ആഹാരമാണ്. അത് മന്ന വെറും ഒരു ശരീരത്തിനുള്ള ഭക്ഷണം മാത്രമല്ല, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുവാനുള്ള, അനുദിനം ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ഒരു ആത്മീയ പാഠം ഇതിനകത്തുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിലും നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാണോ അനുദിനം മുന്നോട്ട് പോകുന്നത്?
നമുക്കൊന്ന് ചിന്തിക്കാം, നമുക്ക് സ്വയം ശോധന ചെയ്യാം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അനുദിനം ദൈവത്തിൽ ആശ്രയിച്ചാണോ മുന്നോട്ട് പോകുന്നത്? നമ്മുടെ ജീവിതം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? മരുഭൂമിയിൽ ഒരു പരീക്ഷണം ഇസ്രായേൽ ജനം നേരിടുകയാണ്. എന്താണ് പരീക്ഷണം? ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്ന് ഏകദേശം അവിടെ വിട്ടിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഭക്ഷണത്തിന് ക്ഷാമം അനുഭവപ്പെടുന്നത്. അപ്പോൾ ഒരു മാസത്തെ യാത്ര, അതിനു മുൻപ് അവർ ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട് ഫറവോന്യ സൈന്യം ചെങ്കടലിനകത്ത് മുങ്ങിത്താഴുന്നതൊക്കെ കണ്ട് ദൈവത്തിൻ്റെ അത്ഭുതം കണ്ട് ദൈവത്തിൻ്റെ പാട്ടുപാടി, ദൈവത്തിൻ്റെ സ്തുതി പാടി, മിരിയം തപ്പെടുത്തു, ജനം ആർത്തുപാടി. ഇതൊക്കെ സംഭവിച്ചതിന് ശേഷം ഒരു 30ഓളം ദിവസം, ഒരു മാസം കഴിഞ്ഞപ്പോൾ ഭക്ഷണക്കുറവ് അവർക്ക് അനുഭവപ്പെടുമ്പോഴാണ് അവർ പിറുപിറുക്കുന്നത്. ആ സമയത്ത് അവർ പഴയ ജീവിതത്തെക്കുറിച്ച്, ഇസ്രായേലിലെ ജീവിതത്തെക്കുറിച്ച് അവർ ഓർക്കുകയാണ്. അത് ഓർത്താണ് അവർ പിറുപിറുക്കുന്നത്. ദൈവം അവരുടെ ആവശ്യം നിറവേറ്റുവാൻ മന്ന അപ്പോഴാണ് നൽകുന്നത്. പിറുപിറുത്ത ജനത്തിന്, പരാതിപ്പെട്ട ജനത്തിന് എൻ്റെ ദൈവം മന്ന കൊടുത്ത് അനുഗ്രഹിച്ചു. 16-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, ഞാൻ നിങ്ങൾക്ക് ആകാശത്തു നിന്ന് അപ്പം വർഷിപ്പിക്കും, മഴ പെയ്യുന്നത് പോലെ ആകാശത്തു നിന്ന് ആഹാരത്തെ നൽകുവാൻ കഴിവുള്ളവനാണ് യഹോവയായ ദൈവം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവം അവരുടെ വിശപ്പിനെ മാത്രമല്ല നോക്കിയത്, അവരുടെ വിശ്വാസത്തെ പരീക്ഷിക്കുക കൂടി ചെയ്തു. അവരുടെ വിശ്വാസം ചെങ്കടൽ വിഭാഗിക്കപ്പെട്ട ഫറവോന്യ സൈന്യത്തിൽ നിന്ന് 430 വർഷക്കാലം നീണ്ടുനിന്ന അടിമത്വത്തിൽ നിന്ന് അവരെ പുറത്തിറക്കി അത്ഭുതകരമായി വിടുവിച്ച ദൈവത്തിൻ്റെ ആ ശക്തി കണ്ട ജനത്തിൻ്റെ വിശ്വാസത്തെ ദൈവം വീണ്ടും പരിശോധിക്കുകയാണ്, പരീക്ഷിക്കുകയാണ്. ഓക്കെ, മന്നയ്ക്ക് ഒത്തിരി പ്രത്യേകതകൾ. മന്നയുടെ പ്രത്യേകതകളിൽ ഒന്നാണ് ദൈവം പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ദിവസേന ശേഖരിക്കണം. ദിവസേന ഇതെന്ത് ചെയ്യണം? ശേഖരിക്കണം. ഓരോ ദിവസത്തേക്കും വേണ്ടത് അന്നന്ന് ശേഖരിച്ചോളാം. ഇതെന്ത് കാണിക്കുന്നു? ഇതെന്താണ് ഇതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാനുള്ള പാഠം? ദിനം പ്രതി ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള പാഠം. ഞാൻ പറഞ്ഞുവല്ലോ, എല്ലാ ദിവസവും ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള ഒരു പാഠമായിരുന്നു ദൈവം ഈ ഒരു പദ്ധതി പ്രകാരം, ഈ ഒരു പ്രോജക്റ്റ് പ്രകാരം ദൈവം കൊണ്ടുവന്നു. ദൈവം പറഞ്ഞു, അധികം നിങ്ങൾ സൂക്ഷിക്കരുത്, അന്നെന്നുള്ളത് എടുത്തുകൊള്ളണം. ഓക്കെ, മറ്റു ദിവസങ്ങൾക്കുള്ളത് സംഭരിച്ചാൽ വേദപുസ്തകത്തിൽ വചനം പറയുന്നു, അത് പുഴുകെട്ടും, അല്ലെങ്കിൽ കൃമി നാറി അത് ചീത്തയായി മാറും എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? നാളെക്കുറിച്ചുള്ള ഭയം വേണ്ട. ഇസ്രായേലിൻ്റെ ദൈവമാണ് നിങ്ങളെ വഴി നടത്തുന്നത്. സർവശക്തനായ ദൈവമാണ് വഴി നടത്തുന്നത്. നാളെക്കുറിച്ചുള്ള ഭയം വേണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവം നാളെയും കരുതുന്ന ദൈവമാണ്. 2 കാര്യങ്ങളെ ദൈവം അവരെ പഠിപ്പിക്കുക. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ആരോടോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നാളെക്കുറിച്ചുള്ള, ഭാവിയെക്കുറിച്ചുള്ള, നാളെ എന്തായി തീരുമെന്ന് ആദി പിടിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട്, സാമ്പത്തികപരമായി, ശാരീരികപരമായി, ആത്മീകപരമായി, മാനസികപരമായി, കുടുംബപരമായി ഒക്കെ ആദി പിടിച്ചിരിക്കുന്ന വ്യക്തിയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, നാളെക്കുറിച്ചുള്ള ഭയം വേണ്ട. ദൈവം നാളെയും കരുതുന്ന ദൈവമാണ്. വിശ്വസിക്കുവാൻ എത്ര പേർ തയ്യാറാണ്? എന്നിട്ട് ദൈവം അവരോട് പറഞ്ഞു, 6-ാം ദിവസം എന്ത് ചെയ്യണം? ഇരട്ടി ശേഖരിക്കണം. എന്തുകൊണ്ടാണ് 6-ാം ദിവസം ഇരട്ടി ശേഖരിക്കണമെന്ന് ദൈവം പറഞ്ഞത്? ശബത്തിനായി ദൈവം മുൻകൂട്ടി ഒരുക്കി. അപ്പോൾ 6-ാം ദിവസം നിങ്ങൾ എന്ത് ചെയ്യണം? ഇരട്ടി ശേഖരിക്കണം. എല്ലാ ദിവസവും കളക്ട് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടിയായിട്ട് മന്ന എന്ത് ചെയ്യണം? ശേഖരിച്ചോളണം. ദൈവം തൻ്റെ ജനങ്ങൾക്ക് വിശ്രമമൊരുക്കുന്ന ദൈവമാണ്. 6 ദിവസം വേല ചെയ്ത് 7-ാമത്തെ ദിവസം ശബത്തിനായി മാറ്റിവെക്കണമെന്നുള്ള പ്രമാണം ദൈവം കൊടുത്തിട്ടുണ്ട്. ശബത്ത് നാളിനെ ശുദ്ധീകരിക്കാൻ ഓർക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം തൻ്റെ ജനത്തിന് വിശ്രമമൊരുക്കുന്ന ദൈവമാണ്. ഇന്ന് നമ്മൾ ചുറ്റുപാടും നോക്കിയാൽ എന്തിനൊക്കെയോ വേണ്ടി മനുഷ്യൻ ഓടുകയാണ്, വിശ്രമമില്ലാതെ രാപ്പകൽ അധ്വാനിച്ച്. ഞായറാഴ്ച എന്നില്ല, ശനിയാഴ്ച എന്നില്ല, എല്ലാ ദിവസവും അധ്വാനിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗത്തെ നമുക്ക് ഈ ലോകത്തിൽ കാണാം. എന്തിനു വേണ്ടിയാണ് ഈ ഓട്ടം? എന്തിനു വേണ്ടിയാണ് ഈ അലച്ചിൽ?
കർത്താവിന്റെ വചനം പറയുന്നു, 6-ാമത്തെ ദിവസം നിങ്ങൾ ഇരട്ടി ശേഖരിച്ചോളണം. എന്തിനാ? 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുവാൻ. അന്ന് മാത്രം എന്ത് ചെയ്യത്തില്ല, ഈ മന്ന ക്രിമി നാറി പുഴു ഇടുന്ന രീതിയിലാകത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പൊ ദൈവം തന്റെ ജനങ്ങൾക്ക് വിശ്രമം നൽകുന്ന ദൈവമാണ്. എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ കരുതുന്ന ദൈവമാണ്. അതുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും എൻ്റെ അടുത്ത് വരട്ടെ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്നവർ ഭാരം വഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ. യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. അധ്വാനത്താൽ തളർന്നിരിക്കുന്നു, ക്ഷീണിച്ചിരിക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, യേശുവിൻ്റെ അടുക്കൽ ചെല്ലാൻ, യേശുവിൻ്റെ പാദാന്തികത്തിൽ ചെല്ലാൻ. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തു. യേശുവിൻ്റെ വചനങ്ങൾക്ക് കീഴെ അവൾ ഇരുന്ന് കൊടുത്തു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ദൈവം തൻ്റെ ജനങ്ങൾക്ക് വിശ്രമം ഒരുക്കുന്ന ദൈവമാണ്. എനിക്കും നിങ്ങൾക്കും വിശ്രമം ഒരുക്കുന്ന ദൈവ സാന്നിധ്യം ഈ സന്ദേശത്തിൽ വ്യാപരിക്കുന്നുണ്ട്. ഒരു കുട്ടിക്ക് എല്ലാ ദിവസവും പിതാവ് സ്കൂളിലേക്കുള്ള ചെലവിനുള്ള പണം നൽകുന്നു. എല്ലാ ദിവസവും അവൻ സ്കൂളിലേക്ക് കടന്നു പോകുന്നു. അവന് ആവശ്യമായിട്ടുള്ള പോക്കറ്റ് മണി പിതാവ് അവന് നൽകുന്നു എന്ന് ഒന്ന് സങ്കല്പിക്കുക, ഒന്ന് കരുതുക. ആ കുട്ടി പിതാവിനെ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്ന് കിട്ടിയതിൽ സന്തോഷിക്കും. ഇന്നത്തെ പോക്കറ്റ് മണിയിൽ എന്ത് ചെയ്യും? ആ കുട്ടി വിശ്വസിക്കും. പക്ഷേ നാളെയും പിതാവ് അത് നൽകുമെന്ന് കുട്ടിയോട് വിശ്വസിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ എല്ലാ ദിവസവും ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള പോക്കറ്റ് മണി നൽകുന്ന പിതാവ്, ഇന്നത്തേത് മാത്രം നൽകുന്ന പിതാവ്, നാളെ എൻ്റെ പിതാവ് എനിക്ക് പോക്കറ്റ് മണി നൽകുമെന്നുള്ള ആ കുഞ്ഞിൻ്റെ വിശ്വാസം. എന്നാൽ ആ വിശ്വാസം അവിടെ ഇല്ല എങ്കിൽ കൂടുതൽ പിതാവിനോട് ചോദിക്കുകയും ശേഖരിക്കുവാനും ആ കുട്ടി ശ്രമിക്കും. അപ്പോൾ നാളെ എൻ്റെ പിതാവ് എനിക്ക് ആവശ്യമുള്ളത് തരുമെന്നുള്ള വിശ്വാസം ആ കുട്ടിക്ക് ഇല്ല എങ്കിൽ നാളെയും ആ കുഞ്ഞെന്ത് ചെയ്യും? ഇന്ന് കിട്ടുന്നതിൽ, ഇന്ന് വാങ്ങിക്കുന്നതിൽ വീണ്ടും പിതാവിനോട് ചോദിച്ചുകൊണ്ട് കൂടുതൽ ശേഖരിക്കുവാൻ തുടങ്ങും. അങ്ങനെ ശ്രമിക്കുന്ന കുഞ്ഞ് ആശങ്കയിലേക്കും ഭയത്തിലേക്കും, നാളെ എന്താകും, ശേഖരിച്ചതും മതിയാണോ, എനിക്ക് ആവശ്യമുള്ളത് ഞാൻ ശേഖരിച്ചിട്ടുണ്ടോ എന്നിത്യായ ഭയത്തിലേക്കും ആശങ്കയിലേക്കും ആ കുഞ്ഞിൻ്റെ മനസാക്ഷി പോകുവാനിടയായിത്തീരും. അതുപോലെ തന്നെയാണ് ദൈവം മന്നയിലൂടെ ഇസ്രായേലിനെ പഠിപ്പിച്ചത്, നിങ്ങൾ എൻ്റെ കരുതലിൽ വിശ്വസിക്കുമോ? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നിങ്ങൾ എൻ്റെ കരുതലിൽ, സ്വർഗീയ പിതാവിൻ്റെ കരുതലിൽ വിശ്വസിക്കുവാൻ തയ്യാറാണോ? ഇന്ന് ആവശ്യമുള്ളത് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ. വിശുദ്ധനായ പൗലോസ് വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അത് മതി എന്ന് വെക്കും. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? മതി എന്ന് വെക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ കരുതലിൽ വിശ്വസിക്കും. ദൈവം എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എൻ്റെ കരുതലിൽ വിശ്വസിക്കുമോ? ഹല്ലേലൂയ. ദൈവം സഹായിക്കട്ടെ. മന്ന ദൈവവചനത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. മന്ന ദൈവവചനത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. മത്തായി സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നു. അപ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം ജീവിക്കുന്ന ജീവികളല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനത്താലും ജീവിക്കുന്നുവെന്ന് വാഴ്ത്തപ്പെട്ട നമ്മുടെ കർത്താവ് മത്തായി സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശരീരത്തിന് ദിവസേന ഭക്ഷണം വേണമെങ്കിൽ ആത്മാവിന് ദിവസേന ദൈവവചനം വേണം. അവിടെ പുറത്തെ മനുഷ്യർ, നമ്മൾ കാണുന്ന വിസിബിൾ ആയിട്ടുള്ള ഈ വിസിബിൾ ബോഡിക്ക് 3 നേരം ആഹാരം കൊടുക്കുന്നുവെങ്കിൽ ഇതിനകത്തിരിക്കുന്ന മനുഷ്യന്, ആത്മീയ മനുഷ്യന് ദിവസേന എന്തു വേണം? ഭക്ഷണമായി ദൈവവചനം വേണം. മന്ന ദൈവവചനത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. മന്ന ക്രിസ്തുവിന്റെ പ്രതീകമാണ്. എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്?
യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാം വാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പം ആകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് പറയാണ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. മന്ന പഴയ നിയമ ഭക്തന്മാർക്ക് മരുഭൂമി ശരീരത്തിന്റെ വിശപ്പ് മാറ്റുന്ന ഒന്നാണെങ്കിൽ, പുതിയ നിയമ ഭക്തന്മാരെ സംബന്ധിച്ച് ക്രിസ്തു ആത്മാവിന്റെ വിശപ്പ് മാറ്റുന്ന മന്നയാണ്. യേശു കർത്താവ് ആത്മാവിന്റെ വിശപ്പ് മാറ്റുന്ന മന്നയാണ്. വിശ്വസിക്കുന്ന എത്ര പേർ ഇതിനകത്തിരിക്കുന്നു? അതുകൊണ്ടാണ് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ ദൈവം പറഞ്ഞത്, അന്നെന്നുള്ളത് ശേഖരിച്ചോളണം. അന്നെന്നുള്ളത്. ദിവസേനെ ദൈവ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. ഇന്നലത്തെ അനുഭവം ഇന്നത്തേക്ക് മതിയാകത്തില്ല. ഇന്നലത്തെ പ്രാർത്ഥന ഇന്നത്തേക്ക് മതിയാകത്തില്ല. ഇന്നലത്തെ വചനധ്യാനം ഇന്നത്തേക്ക് മതിയാകത്തില്ല. ഹല്ലേലൂയ. ഓരോ രാവിലെയും മന്ന ആവശ്യമായതുപോലെ പുതിയ ആത്മീയ ആഹാരം ആവശ്യമാണ്. അപ്പോൾ ഓരോ ദിവസവും മന്ന പുതിയത് നമ്മൾ പെറുക്കിയെടുക്കണമെന്ന് നമ്മൾ ഇന്ന് വായിച്ച തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നു. അത് നിഴലായി ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തതാണെങ്കിൽ, അതിന്റെ പൊരുളായ യേശു ക്രിസ്തു വചനം, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായി. ആ വചനം ഇതാ മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അതിന്റെ പേര് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ ഇടയിൽ വചനം മാംസമായി വസിച്ചെങ്കിൽ ആ വസിച്ചവന്റെ പേര് നസ്രായനായ യേശു ക്രിസ്തു. അപ്പോൾ ഓരോ ദിവസവും പെറുക്കിയെടുക്കണമെന്ന് ദൈവം കൽപ്പിക്കുന്നത് വേദപുസ്തകത്തിലെ വചനത്തെ. ഓരോ ദിവസവും അത് പുതിയതാണ്, പുതിയ അനുഭവങ്ങളാണ്, പുതുതായിരിക്കണം, പുതിയ ധ്യാനമായിരിക്കണം. ഞായറാഴ്ച ക്രിസ്ത്യാനിയാകുവാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും മന്ന പെറുക്കുന്ന വിശുദ്ധനായി തീരുവാൻ. ഈ സന്ദേശം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം ഇന്ന് ഈ സന്ദേശത്തിലൂടെ നമ്മളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നത്, ഒന്ന്, ദിനം പ്രതി എന്നെ ആശ്രയിക്കുക, ദൈവത്തെ ആശ്രയിക്കുക. എല്ലാ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നേറുന്ന വ്യക്തികളെ ദൈവം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു. ഒന്ന്, ദിനം പ്രതി ദൈവത്തെ അന്വേഷിക്കുക. രണ്ട്, നീ നാളെക്കുറിച്ച് അമിതമായി ഭയപ്പെടരുത്. നാളെക്കുറിച്ച് ഇന്നത്തെ മാത്രം നീ കാൽക്കുലേറ്റ് ചെയ്യുക, ഇന്നത്തെ മാത്രം ചിന്തിക്കുക. നാളെ എന്നുള്ളത് നിനക്കുള്ളതല്ല. അപ്പൊ നാളെക്കുറിച്ച് നീ അമിതമായി എന്ത് ചെയ്യരുത്? ഭാരപ്പെടരുത്. പ്രൈസലോ. മൂന്നാമതായി ദൈവം പറയുന്നത്, ദിവസേന ദൈവവചനം പെറുക്കിയെടുത്തോളണം, ദൈവവചനം വായിച്ചോളണം, ദൈവവചനം ധ്യാനിച്ചോളണം. ദിവസേന. ഞായറാഴ്ച ക്രിസ്ത്യാനിയാകുവാനല്ല, ദിവസേന പുസ്തകം തുറന്നോണം, ദിവസേന വചനം ധ്യാനിച്ചോണം, ദിവസേന മെസ്സേജുകൾ കേട്ടോണം. എന്തൊക്കെ സാധ്യതകളാണ് നമുക്ക് ചുറ്റും. യൂട്യൂബ് തുറന്നാൽ ഇഷ്ടം പോലെ ദൈവവചനം. പ്രൈസലോ. ദൈവവചന പ്രസംഗങ്ങൾ. എല്ലാത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. നാലാമതായി ദൈവം പറയുന്നത്, ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവമാണ്. ഈ സന്ദേശത്തിലൂടെ ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുക. ഞാൻ നിങ്ങളുടെ ആവശ്യങ്ങളെ നന്നായി അറിയുന്ന ദൈവമാണ്. നിനക്ക് നാളെ എന്ത് വേണമെന്ന്, എൻ്റെ ജീവിതത്തിനകത്ത് നാളെയുടെ നാളുകളിൽ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്ന് നന്നായി അറിയുന്നൊരു ദൈവമാണ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. അഞ്ചാമതായി ദൈവം സംസാരിക്കുന്നത്, എൻ്റെ കരുതൽ ഒരിക്കലും കുറഞ്ഞു പോകത്തില്ല, തീർന്നു പോകത്തില്ല. ദൈവമക്കളെ, ഇസ്രായേൽ മക്കൾ കനാൻ ദേശത്ത് പ്രവേശിക്കുന്നത് വരെ ഏകദേശം 40 സംവത്സരം, കനാൻ ദേശത്തേക്ക് കാലുവെക്കുന്നത് വരെ ആകാശം തുറന്ന് അപ്പത്തെ വർഷിപ്പിച്ച, മന്നയെ വർഷിപ്പിച്ച ദൈവ സാന്നിധ്യം അന്നുവരെ അവർക്ക് ആവശ്യമുള്ളതെല്ലാം കരുതിയെങ്കിൽ, ഇനി സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിന്നെ നോക്കി ഞാനൊരു ദൂത് പറയുന്നു, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ആവശ്യമുള്ള സമയത്ത് കരുതുവാൻ മതിയായ ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. വിശ്വസിക്കുവാൻ തയ്യാറായി
ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കുവാൻ തയ്യാറാകുക. വിശ്വാസം വർദ്ധിക്കട്ടെ. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ നടുവിലേക്ക്, ദൈവത്തിൻ്റെ വചനം നമ്മുടെ നടുവിലേക്ക് ഇന്ന് പ്രഭാതത്തിൽ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. കർത്താവ് എനിക്ക് വേണ്ടി കരുതും. മന്നയുടെ അത്ഭുതം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവം തൻ്റെ മക്കൾക്ക് ആവശ്യമായ സമയത്ത് നൽകുന്നവനാണ് എന്നുള്ളതാണ്. ഇസ്രായേൽ ജനങ്ങൾ ഓരോ രാവിലെയും മന്ന ശേഖരിച്ചതുപോലെ നാം ഓരോ ദിവസവും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും ദൈവത്തിൻ്റെ വചനത്തിലും നടക്കുവാൻ, ജീവിക്കുവാൻ സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ. ഈ സന്ദേശം ഞാനിന്നിവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇന്നത്തെ മന്ന, ഇന്നത്തെ വചനം ഇന്ന് ശേഖരിക്കണം. ദൈവം ഇന്നത്തേക്കുള്ള കൃപയും ശക്തിയും സമാധാനവും ഇന്ന് തന്നെ നൽകുന്നു. ഇന്നത്തേക്കുള്ള കൃപ, ഇന്നത്തേക്കുള്ള ശക്തി, ഇന്നത്തേക്കുള്ള സമാധാനം ഇന്ന് നൽകുന്ന ദൈവത്തിൻ്റെ കരുതൽ ദിവസേന അത് പുതുക്കപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് ദിനം പ്രതി അവനിൽ ആശ്രയിച്ച് നമുക്കൊന്നിച്ച് ജീവിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ വചനത്തിൽ നിന്ന് ഈ പ്രഭാതത്തിൽ ശ്രദ്ധിക്കുവാൻ, ധ്യാനിക്കുവാൻ സ്വർഗം തന്ന അവസരത്തിനായി ദൈവത്തിന് നന്ദി പറയും. ദിനം പ്രതി ഞങ്ങളുടെ മന്നയെ പെറുക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ആലോചനയെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയറ്റുന്നു. ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന നല്ല ദൈവത്തിൽ ആശ്രയിക്കുവാൻ, നാളെക്കുറിച്ച് ഭാരപ്പെടാതെ ഭയപ്പെടാതെ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ, നാളെ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ജീവിക്കുവാൻ, ഭാരപ്പെടുന്ന എല്ലാ വിഷയങ്ങളെയും ദൈവകരങ്ങളിൽ കൊടുത്തുകൊണ്ട് അതാത് ദിവസത്തെ കൃപ, അതാത് ദിവസത്തെ ശക്തി, അതാത് ദിവസത്തെ സമാധാനം സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് കർത്താവെ മുന്നേറുവാൻ, ഈ മരുഭൂ യാത്ര ആമേൻ നടത്തുവാൻ സ്വർഗം ഇടയാക്കണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഈ സന്ദേശം കേട്ടവരെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സകലതും കർത്താവെ അങ്ങയുടെ നാമ മഹത്വത്തിനായി തീരുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം അവിടത്തേക്ക്, യേശുവിൻ്റെ നാമത്തിൽ തന്നെ.